ഇല്ലല്ലോ. കാരണം റോഡ് വികസനം പുരോഗതി ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും കൂടുതലും ആൾക്കാർ ചിന്തിക്കണ ഭരണം ഒന്ന് മാറിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണല്ലോ നോക്കിക്കാണുന്നത്. ആ അത് അതില്ല, അതൊക്കെ ശരിയാണ്. അതാ പറയണേ. ഉണ്ട്. പെൻഷനും കാര്യങ്ങളൊക്കെ ഈ CPM-ന്റെ ഇത് വന്നതിന് ശേഷമാണ്. അതുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പൊ എൻ്റെ അച്ഛൻ അടക്കമുള്ള ആൾക്കാർ വരെ അത് കാത്തിങ്ങനെ ഇരിക്കണം. എൻ്റെ അമ്മൂമ്മ ഉണ്ടായിരുന്നു, അവരിപ്പം മരിച്ചിട്ട് 2 വർഷമായി. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ അതൊരു ബെനിഫിറ്റാണ്. ഇനിയിപ്പോൾ UDF കയറി അതൊക്കെ കിട്ടുമോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം കുറേ കാലമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നിട്ടും ആൾക്കാർക്കൊന്നും നേടാനൊന്നും കഴിഞ്ഞിട്ടില്ല. പറഞ്ഞ പോലെ CPM ഇടപെട്ടുകൊണ്ട് തന്നെയാണ് കുറേ കാര്യങ്ങളൊക്കെ നടക്കണേ. ഇല്ല എന്ന് പറയണില്ല. കൂടുതൽ ആൾക്കാർ എന്താ പറയുക, കുറെ വെറുപ്പിച്ചിട്ടിട്ടുണ്ട് നേതാക്കന്മാരായിട്ട് തന്നെ. അപ്പൊ അതുകൊണ്ടാണ് ആൾക്കാർ ചിന്തിക്കണേ. UDF എന്ന് പറഞ്ഞാൽ നല്ല പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അവര് വന്നു കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഹർത്താല് അങ്ങനെയുള്ള കാര്യങ്ങള് ഇപ്പുറത്തെ ഭാഗത്തുനിന്ന് നമുക്ക് കൂടുതൽ നേരിടേണ്ടി വരും. അങ്ങനെ ചിന്തിക്കുമ്പോ വീട്ടില് പണിയില്ലാണ്ടിരിക്കേണ്ടി വരും. ആ അതെ, അവര് എന്താ പറയാ, ഇപ്പൊ UDF ഉമ്മൻചാണ്ടി സാർ ഉള്ള സമയത്ത് ആൾക്കാർക്ക് ഒരുപാട് സഹായവും പ്രവർത്തനങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നല്ലൊരു നേതാവ് UDF-ൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പൊ അതിന്റെ ഉള്ളിൽ തന്നെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ആൾക്കാരാണ് കൂടുതലും. ഇപ്പൊ ന്യൂസ് വെച്ചാൽ തന്നെ നമുക്കതല്ലേ കാണാൻ പറ്റുന്നത്. പിന്നെ പത്മജ മേഡം തന്നെ പാർട്ടി മാറിയതിന്റെ മെയിൻ റീസൺ അവർ പറയുന്നുണ്ട്. അവരെ തന്നെ തല്ലി പുറത്താക്കിയത്. ഇത്രയും വർഷമായിട്ട് അവരതിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിത്വമുള്ള ഒരാളല്ലേ. പക്ഷെ അത് മാറേണ്ടി വന്നത് അതിൽ തന്നെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ആൾക്കാരാ കൂടുതൽ. പിന്നെ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഒരു മുഖ്യമന്ത്രി ആവാൻ യോഗ്യനായ ഒരാളില്ലേ? അങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ല, ആരും തോന്നിയിട്ടില്ല. പിണറായി മുഖ്യമന്ത്രി ആകാൻ യോഗ്യനാണ് തോന്നിയിട്ടുണ്ട്. യോഗ്യനാണോന്ന് ലീഡർഷിപ്പ് ഉണ്ട്. കാരണം 10 വർഷത്തെ ഭരണപ്പോ ആള് കാരണമാണല്ലോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ. ലീഡറാണ്, അല്ലാന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ കരുണാകരനൊക്കെ ശേഷം എന്ന് പറഞ്ഞ ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ പിണറായിക്ക് തന്നെ കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണ് പൊതുവെയുള്ള അഭിപ്രായം. എനിക്ക് അതിനോട് ഒരു വ്യക്തിപരമായിട്ട് അതുണ്ട്, ഞാൻ ന്യൂസ് കാണുന്നുണ്ട്, അതുകൊണ്ട് കിട്ടുന്നതാ, വേറെ ഒന്നല്ല.